വേണ്ട വേണ്ടണ്ട അല്ല മിണ്ടണ്ട. എനിക്കറിയാം ഈ സ്ട്രിപ്പിനകത്ത് ഒരു വര വന്നു കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവില്ല, 2 വര വന്നു കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവും. പക്ഷെ ഈ 3 വര അത് എവിടെ നിന്ന് വന്നു, അതാരാണെന്ന് എനിക്കറിയണം. നീ എന്നെ ചതിച്ചത് തന്നെയാണ്, എനിക്കൊന്നും അറിയണ്ട. നമ്മൾ തമ്മിൽ ഇനി ഒരു ബന്ധമില്ല. ഞാൻ ആത്മഹത്യ, എന്നെ തിരക്കണ്ട. മരണം തന്നെയാണ് എനിക്ക് പ്രതിവിധി. എന്തായാലും മരിച്ചു കളയാം. മദ്യത്തിൽ വിഷം ചേർക്കണ്ട. വിഷവും കൂടെ ചേരുമ്പോൾ പോസിറ്റീവ് ആയല്ല, ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. എന്തായാലും സോടെ തന്നെ വിഷം ചേർക്കും. ഈശ്വരാ, ഇങ്ങനെ അച്ഛനൊരു ഗതികേട്. ആരോടെക്കണം ചുമക്കണ? നിന്റെ മാമൻ ബാലംപിള്ള. മാമനായിരുന്ന പിന്നല്ലാതെ ചിമ്പാൻസി ചുമക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? ആ ചിമ്പാൻസി ചുമക്കണ കേട്ടിട്ടില്ല. ഇപ്പൊ കാണാൻ ചെയ്ത് കേൾക്കുകയും ചെയ്തു. മൃഗക്കോമഡി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പറയിച്ചിട്ടും കാര്യമില്ല, ടൈമിങ്ങും കളയും, മീറ്റർ ഇല്ലാതെ പറയും ചെയ്യും. ആ ഒന്ന് പോകുമ്പോ ഞാനിവിടെ ആകെ ഡിപ്രഷൻ ആയിട്ട് നിൽക്കുകയാണ്. എങ്ങനെ ഇരിക്കുന്നു? കയ്യിൽ 5 പൈസ ഇല്ലെങ്കിൽ എന്ത് മുന്തിയ വിദേശ മദ്യങ്ങൾ മേടിച്ച് കുടിപ്പാണ് അവന്റെ ജോലി. വിദേശ മദ്യോ അടിച്ചെന്ന് പറഞ്ഞു മിണ്ടാതിരിക്കും. എനിക്കറിയാം പറയാം, നീ ഒരു ധാരാളിയാണ് കേട്ടോ. ഓത്തോക്ക് ചീത്ത പറയരുത്. ഞാൻ ചീത്ത ഒന്നും പറഞ്ഞില്ല, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. ധാരാളി എന്നാണ് ഞാൻ പറഞ്ഞത്, കേട്ടോ? ധാരാളി പോയി ഞാൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചേക്കാണ്. നീ എന്ത് ഭ്രാന്ത് പിടിക്കേണ്ട കാര്യം തരും? എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി. അമരത്തിൽ അശോകനെ പോലെ നിൽക്കാൻ. അമരത്തിൽ അശോകനായതല്ല മക്കളെ, നിന്റെ ഭാര്യക്ക് എന്തോ മാരകമായ രോഗമാണ്. ആര് പറഞ്ഞു? നീയല്ലേ പറഞ്ഞത് പ്രഗ്നന്റ് കണ്ടിരുന്നത്? മാമ ഞാനൊരു അച്ഛനായെന്ന്. ഏത് പള്ളിയില്? പള്ളിയിലച്ഛനല്ല, പിന്നെ ഒരു കുഞ്ഞിന്റെ അച്ഛനായെന്ന്. എന്നിട്ട് എവിടെ? അയ്യോ കുഞ്ഞാരവാവേ, ബാലമ്പിള്ളയുടെ പൊന്നു മുന്നാൾ കുഞ്ഞച്ചു മോനെ. മക്കൾക്ക് ബാലമ്പിള്ള അപ്പൂപ്പനെ മനസ്സിലായ? മക്കൾ അച്ഛൻ ബാലമ്പിള്ള അപ്പൂപ്പനെ വിളിക്കുന്നറിയാ പാലും വെള്ളമെന്ന്. മക്കൾ അങ്ങനെ വിളിക്കരുതേ. എടാ ഇതിന്റെ എവിടെയാടാ ഞാൻ നൂല് കെട്ടുന്നത്? ഇത് കുഞ്ഞാണ്. അതെനിക്കറിയാം. കുഞ്ഞിനെ ചോദിച്ചപ്പോ നീ എതിർത്തെ തന്നെന്തിന്? ഇതാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണത്, ഗർഭിണിയായെന്നുള്ളതിന്റെ റിസൾട്ടാണ്. അങ്ങനെയാണല്ലേ? ഒറ്റ പ്രസവത്തിൽ 111 കുഞ്ഞുങ്ങളാ. 111? അതാണ്ട് എഴുതിയേക്കുന്നത്. മാമ ഇതിന് 2 വര വന്നാലേ ഒരു കുഞ്ഞുണ്ടാവും. അപ്പൊ ഇതിന് നിനക്ക് ഒരാളുടെ സഹായം വേണോടെ? ആരും സഹായം? നീയല്ലേ പറഞ്ഞ് 2 പേര് വന്നാലേ കൊച്ചുണ്ടാവും. ഇതിനകത്ത് 2 വര തെളിഞ്ഞു വന്നാലേ ഒരു കുഞ്ഞുണ്ടാവും. അങ്ങനെയല്ലേ? അപ്പൊ ഈ 3ാമത്തെ വരെ സംശയം തോന്നിയ? അതാണ് എനിക്ക് സംശയമുണ്ട്. അവൾ എന്നെ ചതിച്ചതാണ്. ഇതെല്ലാം വിധിയുടെ വിളയാട്ടോളൂ. അങ്കി അവനെ വെട്ടിപ്പിടിച്ച് വാഴക്കുഴി തള്ളാത്തന്ത്ര. ഏവന്? ആ വിജിയെ. ഏത് വിജി? നീയല്ലേ പറഞ്ഞ വിജിയുടെ വിളയാട്ടം വന്ന്. മാമാ വിധിയുടെ വിളയാട്ടം പറഞ്ഞു. അങ്ങനെയാണല്ലേ? ഇതുപോലെ വായി തോന്നിയത് കേൾക്കുന്നോണ്ടാണ്. ട്രാഫിക്കിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നില്ലേ? അതിനല്ല എന്നെ പറഞ്ഞു വിട്ടത്. മേലുദ്യോഗസ്ഥനെ അനുസരിച്ചതുകൊണ്ടാണ് എന്നെ ജോലി എന്ന് പറഞ്ഞു. മേലുദ്യോഗസ്ഥനെ അനുസരിച്ചെന്ന് പറഞ്ഞ ഒരു ജോലി ഒന്നും പറഞ്ഞു വിട്ടിട്ടില്ല. എന്നെ ജംഗ്ഷനിൽ ഡ്യൂട്ടി കിട്ടി. അപ്പൊ എന്റെ വയർലെസ്സിൽ ഒരു മെസ്സേജ് വന്ന്, ബിയർ റെഡിന്ന്. ഞാൻ അപ്പൊ തന്നെ ബാരി പോയി ബിയർ മേടിച്ച് ചാറ പറയാന്ന് അടിച്ച്. അതെന്റെ തെറ്റാണോ? മെസ്സേജ് എന്തായിരുന്നു? ബിയർ റെഡി. അത് ബിയർ റെഡി എന്നല്ല, പിന്നെ ബി റെഡി. അങ്ങനെയായിരുന്നല്ലേ? ബാലമ്പിള്ളയുടെ ഭാഗത്താണ് തെറ്റ്. അതുകൊണ്ടാണ് ബാലമ്പിള്ളയുടെ ജോലി പോയത്. ബാലമ്പിള്ളയോട് വലി വെച്ചു. ഞാൻ എന്റെ പെണ്ണെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾ അച്ഛനും ആങ്ങളമാരും എല്ലാരും വന്ന് അടിച്ചു. ഞാൻ അപ്പോഴേ ബോധം കെട്ടു വീണു. 3 മാസം ഞാൻ കോമയിലായിരുന്നു. അയ്യോ കണ്ടവന്റെ അടിയും മേടിച്ച് ബോധം കെട്ട് വീണിട്ട് 3 മാസം അവൻ ഗോവയിൽ പോയിരിക്കും. ഗോവയിൽ പോയാ? നീയല്ലേ പറഞ്ഞത്? അമ്മ കോമയിൽ കിടന്ന് ഇങ്ങനെ അനങ്ങാതെ. അങ്ങനെ പക്ഷെ എന്നിട്ട് അവൾ എന്നെ ചതിച്ചില്ലേ? അയ്യോ ഞാൻ ചതിച്ചില്ല. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം? നിന്നെ അവൾ ചതിച്ചെങ്കിൽ നീ അവളെ ഉപേക്ഷിക്കണം. അമ്മ കഴിയുന്നില്ല, അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. എടാ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ സ്നേഹമൊക്കെ ഉണ്ടാവും. എന്നാലും ആണുങ്ങൾ ഇത്രയ്ക്ക് അങ്ങോട്ട് അടപ്രഥമന അല്ല അധംപതം അറമുള സദ്യ അറപ്പുറത്തെ അന്തർ സംസ്ഥാന എടി രമണി, നീയും നിന്റെ കുടുംബക്കാരും കൂറകളാടി പരമനാരികൾ. എടാ മക്കളെ, ആണുങ്ങളായാൽ ഇത്ര കഥപ്പതിക്കാൻ പാടില്ല. മാമിയോട് സംസാരിക്കുമ്പോൾ ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ എന്റെ മുഖത്ത് നോക്കി ഇതാ പറയുന്നത്. മാമിക്ക് എപ്പോഴും മാമനൊരു വിലയില്ലല്ലേ? എന്റെ പൊക്കിളെ അല്ല പൊന്നു മക്കളെ എന്ന് വിളിച്ചതാ. അതിന്റെ ഇടയ്ക്ക് 2 വാക്കങ്ങ് തെറ്റിപ്പോയി. ഇതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. കഥയൊന്നും ഇവിടെ പോവില്ല, ഇതിന്റെ പിന്നിൽ പോയി എന്ന് പറഞ്ഞാൽ. ഓ അങ്ങനെയാണല്ലേ? മാമനെ അറിയോ? അവളെ എറിയത്തൊന്നുമില്ല. ദേഷ്യം വരുമ്പോ മീൻചട്ടി എടുത്ത് എന്റെ തലക്കടിക്കും, അത്രേ ഉള്ളു. മാമനെ എറിയോന്നല്ല, പിന്നെ മാമൻ അറിയോന്ന്. അങ്ങനെ ഒന്നും അറിഞ്ഞൂടല്ല. അവള് ഇത് തന്നെ പറഞ്ഞ എനിക്കൊന്നും അറിഞ്ഞൂടാ. അതല്ല, ആദ്യ രാത്രി എന്റെ പെണ്ണിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് അറിയാമോ? മക്കളെ, ഒരു മാമനോട് ഇതൊന്നും പറയാൻ പാടില്ല. എങ്കിലും നമ്മള് ഫ്രണ്ട്സിനെ പോലല്ലേ? നീ പറ, മാമനൊരു ചെറിയ കിരീരിപ്പുണ്ടാവും. അതല്ല, ആ മുറിയിൽ ഞാൻ എന്തൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യുന്ന അറിയാമോ? അവർക്ക് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഒരു പോള ഞാൻ കണ്ണടച്ചില്ല. ഉറക്കിയില്ലല്ലേ? അത് അവിടെ കലവിലെ ശബ്ദം. കലാഭവൻ ഷാജോൺ നിന്നെ എന്തൊരു ശല്യം ചെയ്തെന്ന്? കലാഭവൻ ഷാജോണാ? നീയല്ലേ ഇപ്പൊ പറഞ്ഞത്? അയ്യോ കലവിലെ ശബ്ദം. അയ്യോ അതോ ഈ ബാലമ്പിള്ളയ്ക്ക് എപ്പോഴും തെറ്റുപറ്റും. വെറുതെ ആ നല്ല മനുഷ്യനെ തെറ്റിദ്ധരിച്ച്. കലാഭവൻ ഷാജോൺ ക്ഷമിക്കണം കേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്. സോറി. എന്തോ പറയണത്? ഇത്രയും പ്രശ്നങ്ങളും ടെൻഷനിൽ ഞാൻ നിൽക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ അവൾ ഇറങ്ങി ഷോറൂമിൽ പോയിരിക്കുന്നു. കൊച്ചു ജനിക്കുന്നതിന് പോലെ ഷോറൂമിന് പോയാ? ഷോറൂമിനല്ല, പിന്നെ ഷോറൂമിൽ ജോലിക്ക് പോയത്. അങ്ങനെ ആലോചിച്ച് നോക്ക് എന്തൊക്കെയാണ് അവളെ അവസ്ഥയെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, ഭാര്യമാരെ ജോലിക്ക് വിട്ട് ജീവിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരും വെറും മൊണ്ണകളാണ്. ആ ട്രാഫിക്കിൽ ജോലി പോയതിനു ശേഷം ഇപ്പൊ എങ്ങനെയാ ജീവിക്കുന്നത്?
മാമി 90 പോണുണ്ട്. ആണല്ലേ? അപ്പൊ മൊണ്ണാളെ കണ്ടാ തിരിച്ചറിയാം. പിന്നെ എനിക്ക് എന്നെ കണ്ടോ തിരിച്ചറിഞ്ഞു. നന്നായി. ആ നോയിക്കോ, എനിക്ക് അവള് പണി എന്തെങ്കിലും തിരിച്ച് ഞാൻ ഒരു പണി ഞാൻ കൊടുക്കണം മക്കളെ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ. എടാ മക്കളെ, ഈ ഓടുന്ന പട്ടിയുടെ മുമ്പിൽ എവിടെയാണ് മുഴ? ഓടുന്ന പട്ടിയുടെ മുമ്പിലല്ല മുഴ. ഞാൻ എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കരുത്. മനുഷ്യ ആകെപ്പോഴെ ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ്. ഞാൻ എന്തായാലും കാര്യം തീരുമാനിച്ചു, ഞാൻ മരിക്കും. എന്നാ ഞാൻ നിന്നെ കൊന്നുകളയും. ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്നിട്ട് വേണം നിനക്ക് നാട്ടിൽ മൊത്തം ഇറങ്ങി നടന്ന് പറഞ്ഞു നടക്കാൻ. ഞാൻ നിന്നെ കൊന്നല്ലേ? മാമ എന്തോന്നോ പറയണം, ഞാൻ ഈ കാട്ടുവള്ളി തൂങ്ങും. നീ ആര് കാട്ടുവഴി തൂങ്ങാൻ? ടാർസനാ. ഈ സമയത്ത് തമാശ ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഞാൻ ഇവിടെ വിഷം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുടിച്ച് മരിക്കും. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, വിഷം ചേർത്ത് വെച്ച് കുടിക്കരുത്. ആശുപത്രി പോയി വയറ് കഴിയേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ കുടിക്കും മാമ, ഞാൻ തീരുമാനിച്ചു. ഞാൻ കുടിക്കും. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. നീ അത് വിഷം കഴിച്ചല്ല. അതല്ല നീ സംസാരിക്കണം. നീയൊക്കെ അറിയണം, നിന്നെ പോലുള്ളമായി അറിയണം. വിഷം കഴിച്ചു കഴിഞ്ഞ് ആശുപത്രി കൊണ്ടുപോയി വയറ് കഴിയുന്ന ബുദ്ധിമുട്ട് നീ അറിയണം. ഭാര്യമായിട്ട് എന്തെങ്കിലും പിടങ്ങിയാൽ മതി, ഉടനെ ആത്മഹത്യ. ഹലോ ഡോക്ടറെ. ഇല്ല ഡോക്ടർ, എനിക്ക് മനസ്സിലായി, അവിടെ ചതിച്ചെന്ന് മനസ്സിലായി. 3 വരെ ഉണ്ട്. അല്ല, എന്റെ ഏറ്റവും തെറ്റായിരുന്നാ? അത് കുഴപ്പമില്ല. അയ്യോ ഡോക്ടർ ഇപ്പം വിളിച്ചു തന്നാ. ഞാനിവിടെ സോഡയിൽ വിഷം ചേർത്ത് കുടിച്ച. ആമാ, സോഡയ്ക്ക് ഗ്യാസ് കുറവ്. ഇപ്പൊ തന്നെ ഗ്യാസ് പോവും. ആരാ? മാമന്റെ. നീ പെട്ടെന്ന് റെഡിയാവും. എന്തിനാണ്? നമുക്ക് ആശുപത്രിയിൽ പോയി നിന്റെ വയറ് കഴുവാ. എന്റെ വയറല്ല കഴിവേണ്ടത്, മാമന്റെ വയറാ കഴുകേണ്ടത്. എന്റെ വയറ് എന്തിനു കഴിവുന്നത്? ഞാൻ ഈ മദ്യത്തിലല്ല വിഷം കലക്കിയത്, പിന്നെ ഈ സോഡയിലായിരുന്നു വിഷം കലക്കിയത്. ക്ലൈമാക്സിൽ മരണം നെഗറ്റീവ് ആണെന്ന് മാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു മരിച്ചെന്ന്? ഞാൻ ചുമ്മാ കിടന്നതല്ലേ. ഇതിന് ആവശ്യമില്ലാത്തൊരു ചിരി. മാമി ക്ലൈമാക്സ്. ആന്റി ക്ലൈമാക്സ് എന്നല്ലേ? അത് നിനക്ക്. ഞാൻ മാമനല്ലേ, എനിക്ക് മാമി ക്ലൈമാക്സ്. വേറെ വല്ലതും പറയണ്ട. ഉണ്ട്. ഇതാ എന്റെ. ആരുടെ? എന്റെ